നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ആർ ഓതേർഡ് ബൈ ബിൽഹണ. ബിൽഹണ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യൻ റൈറ്ററാണ്. അവർ എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള വിക്രമാംഗ ദേവചരിതയും കർണസുന്ദരി എന്ന് പറയുന്ന ഡി ഓപ്ഷൻ, ഈ 2 ബുക്കുകളുമാണ് ബിൽഹണൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ ആൻഡ് ഡി ഓൺലി. നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ദ ബ്രാഹ്മണാസ് ആൻഡ് വേദിക് റിച്വൽസ് സംഹിതാസ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ്. ആൻഡ് ഇതിൽ മാച്ച് അല്ലാത്ത പെയർ എന്ന് പറയുന്നത് കൗസ്തികി ബ്രാഹ്മണ യജുർവേദ എന്നുള്ളതാണ്. അഡീഷണൽ ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. വിക്രമാംഗ ദേവചരിത എന്ന് പറയുന്നതും കർണസുന്ദരി എന്ന് പറയുന്നതും എഴുതിയിരിക്കുന്നത് ബിൽഹണനാണ്. ഭുവന അഭ്യുദയ എന്ന് പറയുന്ന പുസ്തകം ശങ്കുക, കാശ്മീരിലുള്ള ഒരു റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. കവിരഹസ്യ എന്ന ബുക്ക് എഴുതിയത് ഹലായുധയാണ്. കൃഷ്ണ തേർഡിൻ്റെ സമയത്ത് രാഷ്ട്രകൂട രാജ്യത്തിലുണ്ടായിരുന്ന ഒരു റൈറ്ററാണ് ഹലായുധ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ബ്രാഹ്മണാസിൻ്റെയും വേദിക് സംഹിതേൻ്റെയും കണക്ഷൻ നോക്കിയാൽ ഐത്രേയ ബ്രാഹ്മണയും കൗഷ്ടികി ബ്രാഹ്മണയും ഋഗ്വേദത്തിൽ നിന്നും, താണ്ഡ്യ ബ്രാഹ്മണ സമവേദ സംഹിതയെന്നും ഗോപാന്ത ബ്രാഹ്മണ അഥർവവേദ സംഹിതയെന്നുമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൗഷ്ടികി ബ്രാഹ്മണ യജുർവേദ സംഹിത എന്ന് പറഞ്ഞത് തെറ്റാണ്, പകരം അത് ഋഗ്വേദ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാസ്കല ശാഖ എന്ന് പറയുന്നവരുടെ എഴുത്തായിട്ടാണ് ആ ബ്രാഹ്മണനെ കണക്കാക്കുന്നത്. നെക്സ്റ്റ് സെഷനിൽ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാച്ച് ദ ഫോളോയിങ്ങും രണ്ടാമത്തേത് ഒരു ക്വസ്റ്റ്യനുമാണ്. അതിൽ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസർ ഫസ്റ്റ് വൺ തന്നെയാണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോ നോക്കാം, അതാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കുക. സ്കെച്ച് ഓഫ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ജോൺ മാൽക്കം എഴുതിയതും, ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ജെയിംസ് മില്ലിൻ്റെ, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എൽഫിൻസ്റ്റണിൻ്റെ, ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വി എ സ്മിത്തിൻ്റെ. അതവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കിയാൽ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാ ബുക്കും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ദ സ്കെച്ച് ഓഫ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. സോ കൺഫ്യൂഷൻ ഇല്ലാണ്ട് അത് കൃത്യമായിട്ട് പഠിക്കണം. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എൽഫിൻസ്റ്റൺ, ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ജെയിംസ് മില്ല്, ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വി എ സ്മിത്ത്, സ്കെച്ച് ഓഫ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ജോൺ മൽക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രോമക സിദ്ധാന്ത ഇൻ ഇന്ത്യൻ ആസ്ട്രോണമി ഷോസ് സൈൻ ഓഫ് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് എന്നാണ് ഉത്തരം. അതായത് ഇന്ത്യൻ ആസ്ട്രോണമിയിലെ രോമക സിദ്ധാന്ത എന്ന് പറയുന്നത് എന്തിൻ്റെ സൈനാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ആസ്ട്രോണമിയിലുള്ള ഗ്രീക്ക് ഇൻഫ്ലുവൻസിനെയാണ് രോമക സിദ്ധാന്ത കണ്ട് കാണിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി കാണാൻ പറ്റും. വൺ ഓഫ് ദ 5 സിദ്ധാന്താസ് മെൻഷൻ ഇൻ വരാഹമിഹിരാസ് പഞ്ചസിദ്ധാന്തക വിച്ച് ഈസ് ആൻ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ട്രെറ്റസ്. ഓൺലി ആൻഷ്യൻ്റ് ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ വർക്ക് ബേസ്ഡ് ഓൺ ട്രോപ്പിക്കൽ സിസ്റ്റം. അതെന്താണെന്ന് വെച്ചാൽ വരാഹമിഹിരൻ്റെ പഞ്ചസിദ്ധാന്തക എന്ന് പറയുന്ന ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് പറയുന്ന ഒരു പുസ്തകത്തിൽ 5 സിദ്ധാന്തങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ രോമക സിദ്ധാന്തം. അത് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ആണ് കാണിക്കുന്നത്. കൂടാതെ ആൻഷ്യൻ്റ് ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ വർക്കുകളിലെ ട്രോപ്പിക്കൽ സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു വർക്കാണ് ഈ പഞ്ചസിദ്ധാന്തക എന്നുകൂടി ഉള്ള ഒരു അഡീഷണൽ പോയിന്റ് നമുക്കവിടെ കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിലുള്ളത്.